കോട്ടയം പാലാ നഗരസഭയിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിൽ യു ഡി എഫിലെ ഭിന്നതയ്ക്ക് പരിഹാരം. നഗരസഭാ ഉപാധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുത്ത് സ്വതന്ത്ര മുന്നണിയുമായി ചേർന്ന് പോകാനാണ് നീക്കം. കോൺഗ്രസ് അംഗത്തിനെതിരായ മോഷണ പരാതി ചെയർപേഴ്സൺ പിൻവലിക്കും. ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് കൌൺസിലർമാരുമായി DCC നേതൃത്വം ചർച്ച നടത്തി. പാലായിൽ കോൺഗ്രസ് കൌൺസിലറായ ബിജു മാത്യൂസും സ്വതന്ത്ര കൂട്ടായ്മയിലെ ബിനു പുളിക്കക്കണ്ടവും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ UDFന് ഭരണം നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ചേരിതിരിഞ്ഞു നിൽക്കുന്ന കൌൺസിലർമാരോട് പല ഘട്ടങ്ങളിലായി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചതിനൊടുവിലാണ് സമവായം. മറ്റൊരു സ്വതന്ത്രാംഗം മായ രാഹുൽ ഉപാധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കും. ബിനു പുളിക്കക്കണ്ടത്തിന് വൈസ് ചെയർമാൻ സ്ഥാനം തൽക്കാലം നൽകില്ല. ചെയർപേഴ്സൺ ദിയ ബിനു കോൺഗ്രസ് അംഗം ബിജു മാത്യൂസിനെതിരെ നൽകിയ പരാതി പിൻവലിക്കും. തർക്കത്തിന് കാരണമായ കൊട്ടാരമറ്റത്തെ ഓട്ടോ സ്റ്റാൻഡ് പഴയ സ്ഥാനത്ത് നിലനിർത്തും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സമിതി ഭരണപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും എന്നീ ധാരണകൾ ഇരുവിഭാഗവും അംഗീകരിച്ചു. ഇത്തരം വിഷയങ്ങൾ ഇനി മുനിസിപ്പാലിറ്റിയിൽ സംജാതമാകാതിരിക്കുവാൻ ഒരു മേൽനോട്ടം, അത് എല്ലാ മുന്നണിയിലെ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സമിതി അതിനൊരു മേൽനോട്ടം വഹിക്കുകയും എല്ലാ മാസവും അതിനൊരു കൃത്യമായ യോഗങ്ങൾ ചേർന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകുമ്പോൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി ഒരു സമിതി ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശം അതും ഇതര കക്ഷികൾ സമ്മതിച്ചു. VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടാണ് സ്വതന്ത്രരെ കൂട്ടുപിടിച്ച് പാലായിൽ UDF ഭരണം പിടിച്ചത്. പാലായിൽ കേരള കോൺഗ്രസ് എമ്മിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭരണം നഷ്ടപ്പെടുവാനും പുതിയ കൂട്ടുകെട്ട് കാരണമായി. മീഡിയ 1 കോട്ടയം.